ഹായ് കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചെടി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ വിചാരിക്കും ഇത് കുമ്പളമാണെന്ന്. ഇതിൻ്റെ ഇലയൊക്കെ കണ്ടിട്ടേ, ഈ കുമ്പളം ഇതേപോലെ പടർന്നാണ് വരുന്നത്. പക്ഷേ ഇത് കുമ്പളമല്ല. നമ്മളെ നാട്ടിൽ ഇതിനെ ഈഞ്ചച്ചെടി എന്ന് പറയും. ഈ കുമ്പളത്തിൻ്റെ അതേ പൂവാണ് ഇതിലുള്ളത്. കുമ്പളവും പടർന്ന് തന്നെ കായ്ക്കുന്നത്. പക്ഷേ ഇതിനെ നമ്മുടെ നാട്ടിൽ ഈഞ്ചെന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല, ഒന്ന് കമൻറ്റ് ചെയ്യും. ഇതാണ് അതിൻ്റെ ഈഞ്ച. അതായത് ഈഞ്ചയായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു ഹോളും ഉണ്ടോ, അതേതോ കിളികളോ മറ്റോ കൊത്തി തിന്നതാണ്. കണ്ടില്ലേ? ഇതിനെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇത് പൊട്ടി വരും. ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ പിറന്തോടൊക്കെ പൊട്ടി വരും. പിന്നെ ഇതിൻ്റെ വിത്താണ്. വിത്ത് നമ്മളിങ്ങനെ തട്ടി കളഞ്ഞാൽ മതി. ഇത് പൊളിച്ചിട്ടേ, അത് ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് ആ വിത്തിനെ പറ്റി. എൻ്റെ സ്ഥലമെന്ന് പറഞ്ഞാൽ പാപ്പനംകോടാണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് പാപ്പനംകോട്. ചിലവർക്കൊക്കെ അറിയാൻ പറ്റും ഈ പാപ്പനംകോട് എന്ന് പറയുന്നത് സിറ്റിയിലാണ്. എങ്കിലും ഇതേപോലത്തെ ചെടികളും പൂക്കളും എല്ലാം കൊണ്ട് സുന്ദരമാണ് എൻ്റെ പ്രദേശം. കണ്ടില്ലേ? ഇത് നമ്മൾ പൊളിച്ചെടുത്തതാണ്. എടുത്തിട്ട് വെള്ളം നനച്ചിട്ടുണ്ട്. വെള്ളം നനച്ചിട്ട് ഈ സോപ്പില്ലേ, ഈ സോപ്പ് ഇങ്ങനെ തേച്ച് പതപ്പിക്കും. എന്നിട്ട് നമ്മുടെ ശരീരത്തിൽ ഇതേപോലെ തേച്ചാൽ മതി. അടിപൊളിയാണ്. ഇതിന് ഗുണങ്ങളുണ്ട് കേട്ടോ. ഇത് കൊണ്ട് തേച്ച് പിടിപ്പിക്കുമ്പോൾ നമ്മളെ ത്വക്കിലുണ്ടാകുന്ന അസുഖങ്ങളൊന്നും വരില്ല. ഇത് പ്രകൃതിദത്തമായതുകൊണ്ട് വേറെ സൈഡ് എഫക്റ്റ് അങ്ങനെ ഒന്നുമില്ല. ഇതിൻ്റെ വിത്താണ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ കാണിക്കാറ്. ഈ കറുത്തിരിക്കുന്നതാണ് ഇതിൻ്റെ വിത്ത്. കണ്ടില്ലേ? ഇതാണ് ഇതിൻ്റെ വിത്ത്. കൂട്ടുകാരെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തെ നല്ല നല്ല വീഡിയോകളുമായി ഞാൻ ഇനിയും വരുന്നതാണ്. എന്നെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സഹകരിക്കണേ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.